നമസ്കാരം. കന്നിരാശി. കന്നിരാശി ഉത്തരത്തിന്റെ മുക്കാൽ ഭാഗവും അത്തം ചിത്രയുടെ ആദ്യ പകുതിയാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം, വ്യാഴത്തിന്റെ സംക്രമം എന്ന് പറയുന്നത് വ്യാഴം 10-ൽ നിന്നും 11-ലേക്ക് സംക്രമിക്കുകയാണ്. കർമ്മസ്ഥാനത്തായിരുന്നു വ്യാഴം. അതുകൊണ്ട് തന്നെ കർമ്മത്തിൽ ഇങ്ങനെ ആടി ഉലഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ്. ജോലി വേണോ, ജോലി വേണ്ട, ജോലി വേണ്ട, ജോലി കളയുക, ഇങ്ങനെ ഒരു ചിന്തയിലിരുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ 11-ലേക്ക് സംക്രമിക്കുന്ന വ്യാഴം, നിങ്ങൾക്ക് 11-ലെ വ്യാഴം കന്നിരാശിയുടെ 3, 5, 7 ഭാവത്തിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ആ ദൃഷ്ടി നിങ്ങൾക്ക് 2026 ജൂൺ 2 മുതൽ സർവാഭിഷ്ട സ്ഥാനമായ 11-ലേക്ക് ഉച്ചസ്ഥനായി നിൽക്കുന്ന വ്യാഴം ആഗ്രഹിക്കുന്ന കാര്യങ്ങളോ, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ വേണോ വേണ്ടയോ, തൊഴിൽ വേണോ വേണ്ടയോ എന്ന് വിചാരിച്ചിരുന്നവർക്ക് അത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനായിട്ട് വ്യാഴം സഹായിക്കുന്നുണ്ട്. ഒരു പരിധി വരെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 11-ലെ വ്യാഴം എന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ എങ്കിൽ അതിന് നിങ്ങൾക്കൊരു സഹായം ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അതുപോലെ കുടുംബത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത കുറവുകളോ, എന്തെങ്കിലും സാമ്പത്തിക വല്ലാത്ത ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതുമൊക്കെ ഒരു പരിധി വരെ മാറുന്നതാണ്. അതിനൊക്കെ ഒരു പരിഹാരം കാണാനായിട്ട് നിങ്ങളെ കൊണ്ട് തന്നെ സാധിക്കുന്ന ഒരു കാലയളവാണ്. നിങ്ങളെ കൂടുതലായിട്ട് തൊഴിൽ രംഗത്ത് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ സ്വയം ഒരു മാറ്റം, അല്ലെങ്കിൽ അവർ പിരിഞ്ഞു പോവുക, അല്ലെങ്കിൽ അവർ ഇട്ടിട്ട് പോവുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. സഹോദര സ്ഥാനത്തുള്ളവരുടെ സഹായ സഹകരണങ്ങൾ നല്ലതുപോലെ പ്രതീക്ഷിക്കാം. വസ്തു മേടിക്കാനോ അതിൽ പുതിയ ഭവനം പണിയാനോ ഒക്കെ യോഗം കാണുന്നുണ്ട്. യുവജനങ്ങൾക്ക് വിവാഹത്തിലേക്ക് ആലോചനകൾ എത്തിപ്പെടുന്നതാണ്. വിവാഹമംഗളമായിട്ട് വിവാഹം നടക്കാനൊക്കെയുള്ള യോഗം വന്നു ചേരുന്നതാണ്. ബിസിനസ്സുകാർക്ക് അനുകൂലമായിട്ടുള്ള ആദായം പ്രതീക്ഷിക്കാം. സ്വന്തമായിട്ട് ഫാക്ടറികളൊക്കെ നടത്തുന്നവർക്ക് നിങ്ങളുടെ ഫാക്ടറിയിൽ നല്ല രീതിയിലുള്ള ഒരു അനുകൂലമായ മാറ്റം ഈ ഒരു വ്യാഴത്തിൻ്റെ ഗോചരത്തോടു കൂടി വന്ന് ഭവിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ആദായവും പ്രതീക്ഷിക്കാം. കച്ചവടക്കാർക്ക്, ചെറുകിട കച്ചവടക്കാരായാലും വൻകിട കച്ചവടക്കാരായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ലാഭം, ബിസിനസ്സിൽ നിന്ന് നല്ല ലാഭമൊക്കെ വന്നു ചേരുന്നുണ്ട്. തൊഴിൽ ലഭ്യത ഉണ്ടാകുന്ന ഒരു കാലമാണ്. സന്താനങ്ങളൊക്കെ പഠിച്ചിട്ട് ജോലിയൊന്നും കിട്ടാതെ നടക്കുന്നവർക്ക് തൊഴിൽ ലഭ്യത ഉണ്ടാകാം. അതുപോലെ തന്നെ കണ്ടകശനിയുടെ കാലഘട്ടമാണ്. എന്നാലും ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങളും വിജയങ്ങളും ഒക്കെ നിങ്ങൾക്ക് കൈവരിക്കാനായിട്ട് വ്യാഴം നിങ്ങളെ സഹായിക്കുന്നതാണ്. ഊഹ കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഷെയർ മാർക്കറ്റ്, സ്ഥലക്കച്ചവടം, ഇതുപോലെ അത്ര കിട്ടും, ഇത്ര കൊടുത്താൽ അത്ര കിട്ടുമെന്ന് വിചാരിച്ചിട്ടുള്ള ഊഹ കച്ചവടത്തിൽ ചെന്ന് കോടികളും ലക്ഷങ്ങളും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൈയും മടത്തി ഇങ്ങനെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ തോതിലുള്ള വിജയമൊക്കെ പ്രതീക്ഷിക്കാം. വ്യവസായശാലകളുള്ളവർക്ക് ആദായവും സന്തോഷമൊക്കെ വന്നു ചേരുന്നതാണ്. കൂടുതൽ പണം മുടക്കിയുള്ള ബിസിനസ്സുകളോ മറ്റു കാര്യങ്ങളോ ചെയ്യാതിരിക്കുന്നത് ഈ സമയത്ത് ഉചിതമായിരിക്കും. കൂടുതൽ ഗുണാനുഭവങ്ങൾക്കായിട്ട് ശനിയെ പ്രീതിപ്പെടുത്തുന്നത് നന്നായിരിക്കും.